മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേറവകാശം മുസ്ലിം ലീഗിനില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ അങ്ങയുടെ പാർട്ടിയിലെ മറ്റ് സഖാക്കളെയും മുസ്ലിം ലീഗിനോടൊപ്പം അവരൊക്കെ ചേർന്ന് നിന്നത് സമുദായ ഐക്യത്തിന് മുസ്ലിം ലീഗ് കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ്. ഇന്ന് അതിൽ ആരെങ്കിലും വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിവിടെ നടപ്പാകാൻ പോകുന്നില്ല. ആ കട്ടില് കണ്ട് ആരും പനിക്കണ്ട. ആ കട്ടില് കണ്ട് ക്ലിഫ് ഹൗസിലും പനിച്ചു കിടക്കണ്ട. അവിടെ ബ്രിട്ടീഷുകാരന്മാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആയിട്ട് ഭരണകർത്താക്കൾ വന്നാൽ അത് നടക്കാൻ പോകുന്നില്ല. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ട് ഇതിൽ വല്ല ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് വല്ല മുതലെടുക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. Indian Union Muslim League is strongly determined to oppose, to raise the voice, whatever it may be the consequence we may have to face, in order to safeguard our rights and privileges. മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെതിരെ ഇതേ രീതിയിലുള്ള ഇതിലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഗവൺമെന്റ് നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമം പിൻവലിപ്പിക്കുക തന്നെ ചെയ്യും. മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെയുള്ളിടത്തോളം കാലം ഈ ഇതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. മതമല്ല പ്രശ്നം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഈ വേദിയിലും ഈ സദസ്സിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവർക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് സുന്നിയെയും മുജാഹിദിനെയും ഈ കൊടിയുടെ ചുവട്ടിൽ നിന്ന് വേർതിരിച്ചടുക്കാനാവാത്തവണ്ണം ഒരു ഉമ്മത്താണവർ, ഒരു ഉമ്മത്താണ്. കോയക്കുട്ടി ഉസ്താദിനോട് ചാപ്പനക്കാട് ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ പറഞ്ഞത്, കോയക്കുട്ടി ഇത് ലീഗാണ് കേട്ടോ, ഇത് മറ്റു പാർട്ടികളെ പോലെയല്ല, അരിഫികളും ഔലിയാക്കന്മാരും അംഗീകരിച്ച പാർട്ടിയാണ്. അതിനെ വെറുക്കരുത്, അതിനകറ്റരുത്, അതിനെ അവഗണിക്കരുത് എന്ന്. ഇതിന്റെ നിയമനങ്ങൾ PSCക്ക് വിടാം എന്ന് തീരുമാനിച്ചത് ഏതെങ്കിലും മഹല്ല് കമ്മിറ്റിയാണോ? തീരുമാനിച്ചത് CPM ആണ്. രാഷ്ട്രീയ തീരുമാനമാണ്. നിങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിച്ചാൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ്